എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം പുണർദം ആയില്യം മക വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ മകത്തിൻ്റെ സാധാരണ ഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പം മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവതികളായിരിക്കും എന്നാണ് പറയുക. പുരുഷന്മാർക്ക് ഈ നക്ഷത്രം അത്ര മെച്ചമല്ലെന്നും അഭിപ്രായമുണ്ട്. ബുദ്ധിസാമർഥ്യവും കഴിവും മകം നാളുകാരുടെ പ്രത്യേകതകളാണ്. അധികം തടിക്കാത്ത ശരീരപ്രകൃതിയും അധികം ഉയരമില്ലായ്മയായിരിക്കും ഇവരുടെ ശരീരപ്രകൃതി. സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന മനോഭാവക്കാരായിരിക്കും ഇവരിൽ കൂടുതലും പേരും. അതുമൂലം സമാധാനവും ശാന്തിയും സമചിത്തയും ഇവർക്ക് കൈവരിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും ശ്രമിക്കും. അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ വളരെയധികം ഇവർ ശോഭിക്കും. സംഭാഷണത്തിൽ മിതത്വം പാലിക്കും ഇവർ. ആദർശ നിഷ്ഠയുമുണ്ടാകും ഇവർക്ക്. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും അന്യർക്ക് ഉപദേശം കൊടുക്കുക. തന്ത്രശാലികളവരായവരിൽ നിന്നും അകന്നു കഴിയാൻ ഇവർ ശ്രമിക്കും. ചീത്ത വഴികളിൽ നടക്കുന്നവരെ ഇവർ വെറുക്കും. ശുദ്ധ ഹൃദയരും ചെറിയ കാര്യം കൊണ്ട് ക്ഷോഭിക്കുന്നവരും ആകും. സ്വാർത്ഥ ചിന്ത ഇവർക്ക് കുറയാറുണ്ട്. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും ഇവർ. പക്ഷേ ഉദ്ദേശിക്കുന്നത്ര വിജയം പ്രവർത്തനത്തിൽ ഉണ്ടായെന്ന് വരണമെന്നില്ല. മകൻ നാളുകാർ അസാധാരണമായ ഇച്ഛാശക്തിയും പതറാത്ത മനസ്സും ഉള്ളവരാണെന്ന് ആചാര്യം പറയുന്നുണ്ട്. കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കും. എതിർക്കുന്നവരോട് നിർദാക്ഷിണ്യമായി ഇവർ പെരുമാറും. പക്ഷേ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാവും ഈ നക്ഷത്രക്കാർ. വിവാഹത്തിന് കാലതാമസം വരാം. വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും ഇടയാക്കും. എന്നിരുന്നാലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതമായിരിക്കും ഇവർക്ക്. മകൻ നാളിൽ ജനിച്ച സ്ത്രീകൾ ഭർതൃപരിചരണത്തിൽ പ്രത്യേകം താല്പര്യം കാണിക്കും. മകൻ നാളുകാർക്ക് ബാല്യകാലത്ത് രോഗപീഠകളും അപകടങ്ങളും ഉണ്ടാവാൻ യോഗമുണ്ട്. 4 വയസ്സിന് ശേഷം പൊതുവെ ആരോഗ്യം മെച്ചമാവാം. ഏകദേശം 24 വയസ്സ് വരെയുള്ള സുഖജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത്. അതിനുശേഷമുള്ള കാലം സുഖദുഃഖ മിശ്രിതമായിരിക്കും. 30 വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശങ്ങളും 30 അധ്വാന കൂടുതലുമൊക്കെ ആ സമയത്ത് ഇവർക്ക് പറയുന്നുണ്ട്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് സന്താന ഗുണമുണ്ടാവും. ബന്ധുഗുണം, കുടുംബ സുഖം തുടങ്ങിയവ ഇവർക്ക് അനുഭവത്തിൽ വരും. 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെ കാലത്ത് പലവിധങ്ങളിലാലും ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരുമെന്നാണ്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നെങ്കിലും അതോടൊപ്പം തന്നെ അഭിവൃദ്ധിയും ഇവർക്ക് ഉണ്ടാവും. 65 വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായിരിക്കുമെങ്കിലും ഈ കാലത്ത് ഒന്നിലധികം സ്ഥലത്ത് മാറി മാറി താമസിക്കാൻ ഇടയും വരുമെന്നാണ് ആചാര്യവചനം. അപ്പോൾ മകൻ നാളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ വളരെ ശത്രുപക്ഷമുള്ളവരായും ഏറ്റവും ഉത്തമമായും പാപകർമ്മങ്ങളെ തീരെ ഉപേക്ഷിച്ചവളായും ഗുരുക്കന്മാരിലും ബ്രാഹ്മണരിലുമൊക്കെ ഭക്തിയുള്ളവളായും രാജാവിന് തുല്യമായ സുഖം അനുഭവിക്കുന്നവളും ആയി ഭവിക്കും എന്ന് ആചാര്യവചനം. പൂരം നാളുകാരുടെയാണ് അടുത്തത്. ഈ നാളുകാർ പൊതുവെ ഗൗരവ സ്വഭാവക്കാരായിരിക്കും. പ്രശസ്തിയും പദവിയും നേടും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഇവർക്കുണ്ടാവും. ബുദ്ധി സാമർഥ്യവും സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. പെട്ടെന്ന് ക്ഷോഭിക്കുക, അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കും. എല്ലാ തരക്കാരോടും ഇടപെടാൻ അസാധാരണ കഴിവ് ഇവർക്കുണ്ടാവും. അന്യരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ മടി കാണിക്കും. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്നും വരാം. മാന്യമായ പെരുമാറാനും സ്വന്തം
നില ഭദ്രമാക്കാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും. കഴിവതും ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ഇവർക്കുണ്ടായിരിക്കും. പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇവർ സ്വീകരിക്കുന്നവരായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും പരുക്കൻ ഈ പൂരക്കാർ വിജയിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിലെത്താൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്നവർ കലാവാസനയുള്ളവരായിരിക്കും. ഗ്രന്ഥപാരായണത്തിൽ താല്പര്യമുണ്ടാവും. സത്യസന്ധതയും സദാചാര നിഷ്ഠതയും ഇവർക്കുണ്ടാവും. വാക്കുപാലിക്കുന്ന സ്വഭാവം ഇവർക്കെപ്പോഴും ഉണ്ടാവും. കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന് നിർബന്ധമുണ്ടായിരിക്കുന്നവരായിരിക്കും. യാദൃശ്യ സംഭവങ്ങൾ മൂലം പലപ്പോഴും ഉദ്ദേശിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെന്നും വരികയില്ല. മധ്യ വയസ്സുവരെ ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ടവർക്ക് വന്നുകൊണ്ടിരിക്കും. 12 വയസ്സുവരെയുള്ള കാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ കാലമായ 12 മുതൽ 18 വരെയുള്ള കാലം തികഞ്ഞ വിജയമോ പരാജയമോ ആയിരിക്കുകയില്ല. 18 വയസ്സിന് ശേഷം 30 വയസ്സുവരെയുള്ള കാലം വിദ്യാഭ്യാസം, തൊഴിൽ ഗുണം, വിവാഹം, കുടുംബസുഖം, സന്താന ഗുണം തുടങ്ങിയവ സൂചിപ്പിക്കാവുന്നതാണ്. 20, 30, 33 എന്നീ വയസ്സുകളിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത്, പുതിയ വീട്, ഗ്രഹം തുടങ്ങിയവയും പുതിയ വീട് തുടങ്ങിയവയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട്. 40 വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും ചില പൂരം നാളുകാർക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പൂരം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് തൻ്റെയുടെ കൂടുതലുണ്ടാവും. അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമായി എന്നും വരാവുന്നതാണ്. പ്രേമബന്ധങ്ങൾ തുടരുക, ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരിക തുടങ്ങിയ ചില ദോഷങ്ങളും പൂരം നാളിൽ ജനിച്ചവർക്ക് പറയാറുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ശത്രുക്കളെ ജയിക്കുന്നവരായി കാണുന്നുണ്ട്. സുഗഭയായും നല്ല പുത്രന്മാരോട് കൂടിയവളായും നീതിയിലും വ്യവഹാരത്തിലും സമർത്ഥരായും ശാസ്ത്രങ്ങളിൽ അഭിരുചി പ്രകടിപ്പിക്കുന്നവരും കൃതജ്ഞതയും ഉള്ളവരായും തൻ്റെടമുള്ളവരായും പുണ്യത്തെ സമ്പാദിച്ചവരായും പറയുന്നുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിൽ എത്തുമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്രം നാളുകാർക്ക് സാധാരണഗതിയിൽ തന്നെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായി അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും ഇവരിൽ പലരും. ആഹാര കാര്യത്തിൽ നിഷ്ഠയുണ്ടാവും. സുഖഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. സത്യസന്ധതയും സദാചാര നിഷ്ഠയും ഇവർക്കുണ്ടാവും. അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവരിൽ അധികം പേരും. പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഉത്രം നാളുകാർ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതമാകും. പ്രായോഗിക ബുദ്ധിമുട്ട് കൂടും. ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുകയില്ല ഇവർക്ക്. സ്വാശയബുദ്ധി കൂടും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും. വിദ്യാപരമായ തൊഴിലിൽ ഏർപ്പെടും. സാമ്പത്തികമായി നല്ല ഉയർച്ച നേടുന്നവരായിരിക്കും. ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന നിർബന്ധവും ഇവർക്കുണ്ടാകും. സ്ഥാനമാനങ്ങളും പദവിയും ഉണ്ടാകും. തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരം നേടുന്നവരായിരിക്കും. പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല. ആശ്രിത വാത്സല്യം കൂടും. വലിയ ഒരു സുഹൃത്ത് വലയം ഉണ്ടാകുന്നതായിരിക്കും. തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ തയ്യാറാവുകയില്ല. യുക്തിവാദം കൊണ്ട് ഈ നാളുകാരുടെ മനോഭാവം മാറ്റിത്തീർക്കാൻ ആർക്കും കഴിഞ്ഞില്ലെന്ന് വരില്ല. സാഹിത്യവാസനയുണ്ടാവും. ലേഖകർ, അഭിഭാഷകർ, അധ്യാപകർ, ഗവേഷകർ എന്നീ നിലകളിൽ ഉത്രം നാളുകാർ വളരെ ശോഭിക്കുന്നതായിരിക്കും. സംഘടനകളുടെ നേതൃത്വം വഹിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പ്രത്യേകമായ കഴിവുകൾ ഇവർക്കുണ്ടാവും. സാമർഥ്യവും ഉണ്ടാവും. ധാരാളം അനുയായികളും ഇവർക്കൊപ്പം ഉണ്ടാവും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ഉദര രോഗങ്ങൾ ഇടയ്ക്കിടെ ബാധിച്ചെന്ന് വരാം. പക്ഷേ ഗൗരവമായ രോഗപീഠകളൊന്നും ഉണ്ടാവുകയില്ല. സുഖജീവിതത്തിലുള്ള താല്പര്യം മൂലം
പഥ്യം ആചരിക്കാനും ദിനചര്യ ക്രമീകരിക്കാനും ഇവർ മടി കാണിക്കും. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ആകർഷകമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ ഇവർ നേടിയെടുക്കും. സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ ഇവർക്ക് ജീവിത സഖിയായിട്ട് കിട്ടുന്നതായിരിക്കും. 12 വയസ്സ് വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ നേരിടേണ്ടി വരും. ഇവരെ അലട്ടും. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം, കുടുംബസൗഖ്യം തുടങ്ങിയ ഉണ്ടാവുമെങ്കിലും അപകടങ്ങൾ, മറ്റു മുറിവ് ചതിവുകൾ തുടങ്ങിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിര മനക്ലേശം, ശത്രുപീഡ തുടങ്ങിയവയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇവർക്ക്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ്. ഭാവി തീരുമാനത്തിന് ഒരു ഉറച്ച അടിസ്ഥാനം പണിതുയർത്താൻ ഈ കാലത്ത് കഴിഞ്ഞെന്ന് വരും. എന്നിരുന്നാലും അധ്വാന കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്തുണ്ടാകാൻ ഇടയുണ്ട്. 40 വയസ്സിന് ശേഷം 60 വയസ്സിനകമുള്ള കാലത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയുണ്ടാവുക. ധനാഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പദവിയും നേടുക, പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, ഗ്രന്ഥനിർമ്മാണം തുടങ്ങിയകൊണ്ട് അംഗീകാരം നേടുക തുടങ്ങിയവയ്ക്കെല്ലാം ഈ കാലത്ത് യോഗവുമുണ്ട്. ഉത്രനാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവേ സ്ഥിരമായ ബുദ്ധിയും ധനവും ഉള്ളവരായിരിക്കും എന്ന് പറയുന്നു. നീതിജ്ഞയായും ഗ്രഹകൃത്യങ്ങളിൽ നിപുണയായും ഗുണവതിയായും വ്യസനവും രോഗവും ഇല്ലാത്തവരായും ഭവിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇതാണ് ഈ 3 നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങൾ. അടുത്ത നക്ഷത്രങ്ങളിൽ അത്തം ചിത്തിര ചോദ്യയുടെ പറയുന്നതായിരിക്കും. ഹരി ഓം ഹരി ഓം.